ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കഥ ഇത്രയും പറഞ്ഞ് കുംഭസംഭവൻ അതിനിടയ്ക്ക് വന്നു ചേർന്നിരുന്ന മറ്റൊരു സംഭവവും വിശദമാക്കുവാൻ ഒരുങ്ങി. അല്ലയോ കാകുൽസ്ഥ, ആയിരക്കണക്കിന് ആണ്ടുകൾ ദണ്ഡൻ ശത്രുഹീനമായ നാടിനെ സംയത ചിത്തനായി വാണുകൊണ്ടിരിക്കുന്ന കാലം. വസന്ത ഋതു ഏതൊരുവൻ്റെയും ഹൃദയത്തെ മതിക്കത്തക്ക വിധം വന്നെത്തി. വൃക്ഷലതാദികൾ താരും തളിരുമണിഞ്ഞു. കോകിലഗാനം സർവത്ര ഉയർന്നു. മന്നവനായ ദണ്ഡൻ മാദകമായ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് ശുക്രാചാര്യരുടെ മോഹനാശ്രമത്തിൽ ചെന്നുകയറി. അവിടെ നിസ്തുല്യ സൗന്ദര്യവതിയായ ശുക്രപുത്രി വനമധ്യത്തിൽ ഏകാഗ്നിയായി വിഹരിക്കുന്നത് കണ്ടു. രാജാവിൻ്റെ മനസ്സ് ചലിച്ചു. കാമശരങ്ങൾ അനേകം ആ ഹൃദയത്തിൽ അടിച്ചുകയറി. മന്മഥ പീഡിതനായ അദ്ദേഹം ആ ശ്രേഷ്ഠ തരുണിയെ സമീപിച്ചു. സംഭ്രാന്തയാർന്ന കാമിനിയാങ്കിയോട്, മനോഹരാങ്കി, നീ എവിടെ നിന്നു വരുന്നു? ആരുടെ പുത്രിയാണ്? കാമവികാരത്താൽ വലഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുള്ളത്. ഹേ സുമുഖി, എന്നിൽ കനിവുണ്ടാകണേ. മനസ്സ് മറന്നുകൊണ്ട് ബോധമില്ലാതെ പറയുന്ന ദണ്ഡനോട് ഭൃഗുപുത്രി, രാജേന്ദ്ര, അക്ലിഷ്ടകാരിയായ ഭൃഗുമാമുനിയുടെ സീമന്തപുത്രിയാണ് ഞാൻ. ഈ ആശ്രമവാസിനിയായ എൻ്റെ പേർ അരജ എന്നാണ്. ഹേ ഭൂപാല, ശക്തനായ അവിടുന്ന് എന്നെ സ്പർശിക്കരുതേ. ഞാൻ അച്ഛന് അധീനയാണ്. എൻ്റെ ഗുരുവ് മറ്റാരുമല്ല, ആ മഹാനുഭാവൻ്റെ ശിഷ്യനല്ലേ അവിടുന്ന്. തപോനിധിയായ അദ്ദേഹം കോപിച്ചാൽ വലിയ ആപത്തുകൾ അങ്ങേക്ക് വരുത്തി തീർക്കും. എന്നെ അവിടുത്തെ പത്നിയായി കിട്ടണമെങ്കിൽ ധാർമ്മികമായ മാർഗത്തിൽ കൂടി പോകൂ. അത്യുജ്വല തേജസ്സുള്ള അച്ഛനോട് എന്നെ വരിക്കൂ. മറിച്ചായാൽ ഉണ്ടാകുന്ന ഫലം ഘോരതരമാണ്. പിതാവിൻ്റെ ഏതൊരു വാക്കും കൽപ്പനയായിട്ട് മാത്രമേ ഞാൻ സ്വീകരിക്കൂ. എൻ്റെ പിതാവ് കോപിച്ചാൽ 3 ലോകങ്ങളും ചുട്ടരിക്കുക തന്നെ ചെയ്തേക്കും. അവിടുന്ന് അച്ഛനോട് എന്നെ ചോദിച്ചാൽ തരാതിരിക്കുകയില്ല. ധാർമ്മികമായ വഴികൾ പറയുന്ന അരജയോട് അനംഘബാണങ്ങളാൽ അവശനായ ദണ്ഡൻ ശിരസിന് മുകളിൽ കൈകൂപ്പി പറഞ്ഞു, അല്ലയോ സുന്ദരി രത്നമേ, എന്നിൽ പ്രസാദിക്കണേ. ഈ വസന്തകാലം ഉന്മാദദായകമാണ്. ഇത് കളയരുതേ. സുമുഖിയായ നീ കാരണം എൻ്റെ പ്രാണൻ പിളർന്ന് പോകാറായി. നിന്നെ എൻ്റെ അധീനത്തിലായി കിട്ടിയതിനു ശേഷം കൊലയോ ഉഗ്രശാപമോ ഏത് വേണമെങ്കിലും വന്നുകൊള്ളട്ടെ. നിന്നിൽ അതിസ്നേഹമുള്ള എന്നോടുകൂടി ഹേ ഭീരു ചേരുക. കെൽപ്പേറിയ ദണ്ഡൻ ഭയതരളിതമായ കന്യകയെ പിടിച്ചു. കുതറുന്ന അർജയെ ശക്തി കൊണ്ട് കീഴടക്കി. ഇങ്ങനെ ഘോരകർമ്മം ചെയ്ത ദണ്ഡൻ മധുമന്ദപുരിയിലേക്ക് അതിവേഗത്തിൽ നടന്നു. അർജയാകട്ടെ കരഞ്ഞുകൊണ്ട് ആശ്രമ സമീപത്തിൽ ദേവതുല്യനായ അച്ഛനെയും പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നു. അമിതപ്രഭനായ ശുക്രാചാര്യർ അല്പസമയത്തിനുള്ളിൽ എല്ലാം അറിഞ്ഞ് അവിടെ എത്തി. അത്യധികം വിശന്നു വരുന്ന മാമുനിയുടെ ഒന്നിച്ച് ശിഷ്യന്മാരുമുണ്ട്. രജസ്വലയായി നിൽക്കുന്ന അരജ പ്രഭാതത്തിൽ സൂര്യകിരണങ്ങൾ തട്ടിയ വെണ്ണിലാവിനെ പോലെ മങ്ങിയ മുഖത്തോടെ ആശ്രമോപാന്തത്തിൽ നിൽക്കുന്നു. ഋഷീന്ദ്രൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് തുടുത്തു. അതിനെ ജ്വലിപ്പിക്കുവാൻ വിശപ്പും സഹായിച്ചിരുന്നു. ത്രിലോകങ്ങളും ചാമ്പലാക്കുന്ന സംഹാരരുദ്രനെ പോലെയായ ശുക്രാചാര്യർ ശിഷ്യന്മാരോട്, മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ആത്മശക്തിയില്ലാത്ത അധർമ്മകർമ്മം ചെയ്ത ദണ്ഡനിൽ എൻ്റെ ക്രോധം എരിയുന്ന അഗ്നിയെ പോലെ പതിക്കുന്നത് കാണുവിൻ. ഈ ദുഷ്ടനായ പാപിക്കും കൂട്ടുകാർക്കും ആപത്ത് പറ്റിക്കഴിഞ്ഞു. ചെന്തി ജ്വാലയെയാണ് തൊടാൻ ശ്രമിക്കുന്നത്. അവൻ ഇത്തരത്തിൽ കൊടിയ പാപം ചെയ്തുവല്ലോ. ദുഷ്ടബുദ്ധിയായ ദണ്ഡൻ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കുകയായി. ഭൃത്യന്മാർ, വാഹനങ്ങൾ, സൈന്യങ്ങൾ എന്നിവയോട് കൂടിയ ഈ ദുർമതി 7 നാളുകൾ കൊണ്ട് മൃതനായിത്തീരും. 100 യോജന വിസ്താരമുള്ള നാട് മുഴുവനും പൊടിപടലങ്ങൾ കൊണ്ട് പാകശാസനൻ വർഷിച്ച് മൂടിക്കളയും. ഇവിടെയുള്ള സർവ്വസത്വങ്ങളും ചരാചരങ്ങളും മുഴുവനും കനത്ത പൊടിവർഷത്താൽ നശിച്ചു പോകും. ദണ്ഡൻ്റെ രാജ്യം 7 ദിവസത്തെ തുടർന്ന ധൂളിപാതത്താൽ കാണാതാകട്ടെ. ക്രോധതാമ്രാക്ഷനായ ആചാര്യർ ആശ്രമവാസികളോടെല്ലാം ആ രാജ്യത്തിനപ്പുറത്ത് വസിക്കുവാൻ ആജ്ഞാപിച്ചു. ശുക്രമാമുനിയുടെ വാക്കുകൾ കേട്ട ആശ്രമസ്ഥിതർ അന്യരാജ്യങ്ങളിൽ പോയി പാർപ്പുറപ്പിച്ചു. ശിഷ്യന്മാരോട് ഇത്തരം നിർദ്ദേശമേകിയ ഭൃഗു അരജയോട് തുടർന്നു, ഹേ ദുർബുദ്ധി, മനസ്സൊതുക്കി ഈ ആശ്രമത്തിൽ തന്നെ നീ വസിക്ക്. 1 യോജന വിസ്താരത്തിൽ പ്രകാശിക്കുന്ന ഈ പൊയ്കയിൽ നീ പുലർന്നുകൊള്ളുക. ദുഃഖിക്കാതെ കാലത്തെയും കാത്തിരിക്കൂ. നിന്റെ സമീപത്ത് ഏതൊരു ജീവി വന്ന് നിവസിക്കുമോ അവയ്ക്ക് ധൂളി വർഷത്താൽ നാശം വരുന്നതല്ല. ബ്രഹ്മഋഷിയുടെ നിർദ്ദേശത്തെ
അഴലാഴി മഗ്നയായ അർജ സമ്മതിച്ചു. ശുക്രാചാര്യർ മറ്റൊരിടത്തേക്ക് താമസം മാറ്റി. രാജാ ദണ്ഡന്റെ രാജ്യം, സൈന്യം, ഭൃത്യ വാഹനങ്ങളോടുകൂടി ബ്രഹ്മർഷി അരുളി ചെയ്തതുപോലെ തന്നെ 7 നാൾ കൊണ്ട് അദൃശ്യമായി തീർന്നു. വിന്ധ്യശൈവലങ്ങളുടെ മധ്യത്തിലുള്ള ദണ്ഡനോട് കൃതയുഗത്തിൽ ഇങ്ങനെ ബ്രഹ്മർഷി വര്യൻ ശപിച്ചതിനാൽ ദണ്ഡകാരണ്യം എന്ന പേരിൽ പ്രസിദ്ധമായി. അല്ലയോ രഘുനന്ദന, അങ്ങ് ചോദിച്ചതിനുത്തരം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഹേ വീരാതിവീര, സമയം വൈകി തുടങ്ങി. സന്ധ്യയെ വന്ദിക്കൂ. മഹർഷിമാരെല്ലാം നിറകുടത്തോടെ സ്നാനം ചെയ്ത് സൂര്യോപാസന ചെയ്യുന്നു. ബ്രഹ്മജ്ഞാനികളായ യതീശ്വരന്മാർ ബ്രഹ്മമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കെ പകലോനിത മറയുന്നു. യഥാവിധി സ്നാനം ചെയ്ത് അങ്ങ് സന്ധ്യാവന്ദന കർമ്മം ചെയ്യൂ. ഭഗവാന്റെ വാക്കുകൾ കേട്ട രഘുരാമൻ സ്നാനം ചെയ്ത് അന്തിയൂക്ക് കഴിക്കുവാൻ അപ്സര സ്ത്രീ സാന്നിധ്യമുള്ള പൊയ്കയിൽ ചെന്ന് സായം സന്ധ്യയെ വന്ദിച്ചു. അഗസ്ത്യ ബ്രഹ്മർഷിയുടെ ആശ്രമാന്തർഭാഗത്തെത്തി. അമൃത പോലെ സ്വാദുള്ള കിഴങ്ങുകൾ, ഔഷധ രസസമ്മിശ്രങ്ങളായ കായകൾ, വിശുദ്ധമായ ശാല്യന്നാദികൾ എന്നിവ ഭക്ഷണത്തിനൊരുക്കിയ ഭഗവാൻ മഹാപ്രഭുവിനെ സൽക്കരിച്ചു. സുധാതുല്യമായ ഭക്ഷണം കഴിച്ച് പ്രീതിയും തുഷ്ടിയുമാർന്ന തമ്പുരാൻ സസുഖം പള്ളിയുറങ്ങി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്നാനാദികൾ കഴിഞ്ഞ് പൂർവാന കൃത്യങ്ങൾ യഥാവിധി നിർവഹിച്ച് മാമുനീന്ദ്ര സമീപത്തിലേക്ക് അരിമർദ്ദകനായ ലോകനാഥൻ വിടവാങ്ങുവാൻ എത്തി. കുംഭസംഭവനായ ഭഗവാനെ പ്രണമിച്ച് സ്വനഗരിയിലേക്ക് പോകാൻ അനുവാദത്തിന് സപ്രണാമം. ഭഗവാനെ, ഞാൻ ധന്യനായി മഹാത്മാവായ അവിടുത്തെ സന്ദർശിക്കുവാൻ സാധിച്ചതിനാൽ അനുഗ്രഹീതനായി ആത്മശുദ്ധിക്ക് അവിടുത്തെ ദർശിക്കുവാൻ വീണ്ടും വന്നുകൊള്ളാം. കാകുത്സന്റെ അത്ഭുതജനകമായ വാക്കുകൾ ധർമ്മചക്ഷുസായ തപോധനനെ ഏറ്റവും പ്രീതനാക്കി. മന്ദഹാസത്തോടെ, രാജാതിരാജനായ രാമചന്ദ്ര, ശുഭാക്ഷരങ്ങളോടുകൂടിയ അങ്ങയുടെ വാക്കുകൾ അത്ഭുതം തന്നെ. ഹേ രഘുനന്ദന, അങ്ങയെ അന്തകരണത്തിൽ എങ്കിലും അല്പസമയം കാണുവാൻ കഴിയുന്ന ഏതൊരുവനും പരിശുദ്ധനായിത്തീരും. അങ്ങയെ മനസ്സിലാക്കിയവന് അത്രമാത്രം മതി. വിണ്ണണയുവാനും ദേവേന്ദ്രനാൽ കൂടി സംഭൂജിതനാകുവാനും ക്രൂരനേത്രങ്ങളാൽ അവിടുത്തെ കാണുന്ന ദേഹിക്ക് തീർച്ചയായും സിദ്ധിക്കുക അന്തകദണ്ഡും ഘോരനരകവുമാണ്. ഏതൊരു ദേവൻ വിചാരിച്ചാലും ശുദ്ധീകരിക്കുവാൻ കഴിയാത്ത മഹാപാപിയെ കൂടി പാവന പുണ്യജീവനാക്കുവാൻ സാധിക്കുക അങ്ങേക്ക് മാത്രം. രഘുവരസിംഹ, അമേയ സാത്വിക ഗുണങ്ങളുടെ കേന്ദ്രമായ ദേവനാണ് അവിടുന്ന് എന്ന സത്യം എനിക്കറിയാം. ആയാന്തകാരവൃതമായ ഈ പാരിടത്തിൽ ഏതൊരുവനാണോ അവിടുത്തെ കഥ ഭക്തി ശ്രദ്ധങ്ങളോടെ കേൾക്കുന്നത് അവന് സിദ്ധികൾ കൈവരും തീർച്ച. പ്രഭോ രഘുനാഥ, സർവ്വലോകങ്ങൾക്കും ആശ്രയമായ അവിടുന്ന് ധർമ്മം കൊണ്ട് പാർത്തലം ഭരിക്കൂ. ദുഃഖമൊഴിഞ്ഞ് ഭയരഹിതനായി അയോധ്യയിലേക്ക് പോയാലും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.